ഇപ്പോൾ ആശാ വർക്കർമാരുടെ പേരിൽ ഒരു സമരമൊക്കെ നടന്നല്ലോ, അത് വിട്ടുകളയാം, ഞാനതിന് മറുപടി ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ നമ്മുടെ സഹോദരിമാർ, ആശാ വർക്കർമാർ, യഥാർത്ഥ ആശാ വർക്കർമാർ, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1000 രൂപയായിരുന്നു ഓണറേറിയം. 1000 ഇപ്പോ 9000, 9 ഇരട്ടിയായി വർദ്ധിച്ചു ആ ഓണറേറിയം. അത് മതി എന്നല്ല, ഈ കടുത്ത സാമ്പത്തിക ഉപരോധത്തിനിടയിൽ അത്രയും നമുക്ക് ചെയ്യാനായി. 5 കൊല്ലം കഴിയുമ്പോ അപ്പോഴത്തെ LDF ഗവൺമെന്റ് ചുരുങ്ങിയത് 15,000 ആയെങ്കിലും അത് വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ ദിശയിലാണ് നാം പോവുക. അങ്കണവാടി വർക്കർമാർ, ഇതൊക്കെ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്ത വിഭാഗങ്ങളാണ്. 4500 രൂപയിൽ തുടങ്ങിയതാണ്, ഇപ്പൊ 15,000 ആയി. ഓരോ മേഖലയിലും ക്ഷേമ പെൻഷൻ നിന്നുപോയിരുന്നു, അവസാനിച്ചിരുന്നു, ഇപ്പൊ 2000 കൈപ്പറ്റുന്നു. വീട്ടമ്മമാരുടെ പെൻഷൻ ചരിത്രത്തിൽ ആദ്യമായി വിപ്ലവകരമായ ഒരു തീരുമാനം. 35 വയസ്സായ വീട്ടമ്മമാർക്ക് പ്രതിമാസ പെൻഷൻ, ചെറുപ്പക്കാർക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ്, ജോലി ലഭിക്കുന്നത് വരെ. അപേക്ഷ കൊടുത്തവരുടെ മുഴുവൻ അക്കൗണ്ടിൽ കഴിഞ്ഞ ആഴ്ച പണമെത്തി, അപേക്ഷ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം അതത് മേഖലകളിലെ ഏറ്റവും വലിയ നേട്ടമായ ആളുകൾ ചൂണ്ടിക്കാണിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ വിഭാഗത്തിന്റെയും ജീവിതത്തിൽ അനുഭവേദ്യമായ മാറ്റങ്ങൾ. പവർ കട്ടിൽ, ലോഡ് ഷെഡിംഗും ഇല്ലാതെയായി. സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം കയ്യിൽ കിട്ടുന്നു. മുമ്പ് പരീക്ഷക്കാലത്ത് പോലും പുസ്തകമില്ല. കേരളത്തിൽ ഏതെങ്കിലും റോഡുകളിൽ ഇപ്പൊ നിങ്ങൾക്ക് വാഴ കാണാൻ പറ്റും. 10 കൊല്ലം മുമ്പുള്ള കാര്യം ആളുകൾ മറന്നു. അന്ന് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൊട്ടിപ്പൊളിഞ്ഞ് വലിയ ഗർത്തങ്ങളായി മാറിയ റോഡിലെ കുഴികളിൽ അതത് പ്രദേശത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ആളുകൾ പ്രതിഷേധ സൂചകമായി വാഴ നടും. അതായിരുന്നു പ്രധാന പരിപാടി അന്ന്. ഇപ്പൊ കേരളത്തിൽ റോഡിൽ എവിടെയെങ്കിലും വാഴയുണ്ടോ? ഇല്ല, റോഡിൽ കുഴിയില്ല. വലിയ മാറ്റം ആ രംഗത്തുണ്ടായി. 5 ലക്ഷം മനുഷ്യർ സ്വന്തം വീട് എന്ന സ്വപ്നം, 5 ലക്ഷം മനുഷ്യരല്ല, 5 ലക്ഷം കുടുംബങ്ങൾ. ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെന്ന് കണക്കാക്കിയാൽ 20 ലക്ഷം മനുഷ്യർ സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. ഇത് ഒരു സർവകാല റെക്കോർഡാണ്. ഈ സർക്കാരിന്റെ ഭരണത്തിന്റെ ഏറ്റവും മികവാർന്ന ജനകീയ മുഖം സ്വന്തമായ വീട് സ്വപ്നം മാത്രം കണ്ടിരുന്ന 20 ലക്ഷം മനുഷ്യർ സുരക്ഷിതമായ വീട് ലൈഫ് പദ്ധതിയിലൂടെ കൈവന്നു. ഇങ്ങനെ എല്ലാ രംഗങ്ങളിലും മാറ്റം, വലിയ വളർച്ച, ക്ഷേമ പദ്ധതികൾ, വൻകിട വികസന പദ്ധതികൾ വേറെ, ഗെയിൽ പൈപ്പ് ലൈൻ, കെ-ഫോൺ, വിഴിഞ്ഞം പോർട്ട്, കൊച്ചി ഇടമൺ പവർ ഹൈവേ, ദേശീയപാത വികസനം, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ജലമെട്രോ, അങ്ങനെ അങ്ങനെ പോകുന്നു.